110 കിലോമീറ്ററെങ്കിലും കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും ഞാൻ ഇത്ര വലിയൊരു യാത്രക്ക് തയ്യാറായതിൻ്റെ ഉദ്ദേശം, എൻ്റെ ഒരു യാത്ര കൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ ഇരുന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ പുണ്യം എനിക്ക് വഴിയിലൂടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചാൽ വൈകിട്ട് 6 മണി, ചിലപ്പോൾ 7 മണി വരെയൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. ഇന്ന് ഞാൻ ലീവിലാണ് ഇവിടെ പരിപാടിക്ക് വരാൻ. സാമ്പത്തികമായി എനിക്ക് നഷ്ടമാണ്. പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ സ്വീകരിച്ച് ഈ നാട്ടിലെ 10 ചെറുപ്പക്കാരെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ ഈ സമുദായത്തിന് വലിയൊരു സാമ്പത്തിക മേന്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ 16-20 ലക്ഷം രൂപ ഒരാൾ ചിലവഴിക്കേണ്ടി വന്നാൽ 4-5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും 10, 20, 30 പേര് കിഡ്നി മാറ്റി വെക്കേണ്ടി വരുമ്പോൾ അതിൽ ഈ വെണ്ണക്കോട് ദേശം ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ മാത്രം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആവശ്യമുള്ള അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ആഴ്ചയിൽ 3-4 തവണയൊക്കെ കളറ് ചേർത്ത തണുപ്പിച്ച പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടും തീരെ വ്യായാമമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടും ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് വളരെ കുറവായതുകൊണ്ടും തെറ്റായ രീതിയിൽ മൂത്രമൊഴിക്കുന്നത് കൊണ്ടും മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ഒഴിക്കാതെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടും നിങ്ങളിൽ വ്യാപകമായ കിഡ്നി രോഗം വരുമെന്ന് ഞാൻ പറഞ്ഞാൽ 10 ചെറുപ്പക്കാർ രക്ഷപ്പെട്ടാൽ എനിക്കൊരു ദിവസം കിട്ടുന്ന വരുമാനത്തേക്കാൾ അത് മെച്ചമല്ലേ? അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ ഞാൻ ഓടാൻ തയ്യാറായത്. അല്ല, ഇത്ര ദൂരെ ഞാൻ പ്രസംഗിക്കാൻ വരില്ല. മുമ്പൊക്കെ വലിയ ആവേശമാണ് പ്രസംഗിക്കാൻ പോകാന്ന് പറഞ്ഞാൽ. കാരണം കുറേ ആൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കാൻ നമ്മൾ പറയാം. പക്ഷെ ഇപ്പം തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണിത്. കാരണം ഒരു ഷോ പ്രോഗ്രാം മാത്രമാണ്. ആർക്കും റിസൾട്ടില്ലാത്തൊരു പരിപാടിയായി പ്രസംഗങ്ങളും ക്ലാസ്സുകളും മാറിയിട്ടുണ്ട്. പ്രസംഗകരുടെ പഞ്ഞം കൊണ്ടല്ലല്ലോ സമൂഹം ഇത്രമേൽ ശാരീരികമായി ഭയാനകമായ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിംഗ് ഉണ്ടാവലാണോ, വാഹനം ഉണ്ടാവലാണോ? മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ മനോഹരമായ കളറുകൾ ഉണ്ടാവലാണോ? ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എന്താണ്? 25 വർഷം മുമ്പ് ഈ നാട്ടിൽ കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നോ? ഒരുപക്ഷെ ഉണ്ടാവാം. അന്ന് ചിലപ്പോൾ അത് കണ്ടെത്താനുള്ള സംവിധാനമൊക്കെ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്നൊക്കെ ടെക്നോളജി സംബന്ധമായി വർത്തമാനം പറയുന്നവർക്ക് പറയാൻ പറ്റിയേക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒരു 5-6 വർഷത്തിനിപ്പുറമാണ് കേരളത്തിൽ ഇത്ര വ്യാപകമായി കിഡ്നി രോഗികൾ ഉണ്ടായത്. ഇനി ഇതിനേക്കാൾ ഭീകരമാകും, ഇതിനേക്കാൾ ഭയാനകമാകും. ഓരോ മഹലിലും 5-10 ഡയാലിസ് മെഷീനുകൾ വാങ്ങി വെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരും കാലം. ദൂരമൊന്നുമല്ല, 2-3 കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്നൊരു ചിത്രം അതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ഇതായി മാറുന്നത്.
ദിനംപ്രതി കോടിക്കണക്കിന് രൂപയാണ് വ്യത്യസ്ത സംഘടനകളിലുള്ളവർ രോഗം പിടികൂടിയ ആളുകളെ പരിചരിക്കാൻ വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആതുര സേവനം കൊണ്ടും പിന്നീട് വിവാദമാക്കിക്കൊണ്ടും കേരളീയരും ഇന്ത്യക്കാരും വിദേശികളൊക്കെ പരിചയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ എത്ര കോടികളാണ് കിഡ്നി രോഗികളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും സമാഹരിച്ചത്. ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പരിചിതനായത്. വിദേശ രാജ്യത്തുള്ള നമ്മുടെ സഹോദരന്മാർ രൂപീകരിച്ച KMCC പോലത്തെ സംഘടനകൾ, മറ്റ് സംഘടനകൾ, കുവൈറ്റിലൊക്കെയുള്ള KKMA പോലത്തെ സംഘടനകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ്. ആതുര സേവന രംഗത്ത്, അതായത് മാരക രോഗം പിടികൂടിയവരെ പരിചരിക്കാൻ സർക്കാരുകളും സർക്കാരേതര സംഘടനകളും ഒക്കെ. പക്ഷേ ഇത്രമേൽ മാരകമായ രോഗങ്ങൾ വ്യാപകമാകുമ്പോഴും രോഗം പിടികൂടാതെ ആളുകൾ എന്തുകൊണ്ട് ഇത്രമാത്രം രോഗികൾ വളരുന്നു എന്ന അന്വേഷണമോ ചിന്തയോ പ്രതിരോധ മാർഗം സ്വീകരിക്കലോ ഇല്ല എന്നത് സങ്കടകരമാണ്. പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്, വ്യാപകമായി കരള് രോഗം, ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. എല്ലാവരും ഭൗതിക ജീവിതത്തിലെ സൗഖ്യവും ക്ഷേമവും സന്തോഷവും അന്വേഷിക്കുമ്പോൾ വളരെ ദുരിതമയമാവുകയാണ്, വേദനാജനകമാവുകയാണ്, പ്രയാസകരമാവുകയാണ് നമ്മുടെ ജീവിതം. പഴയകാലത്തൊക്കെ നമ്മളൊരു തലവേദന പറയും, അല്ലെങ്കിൽ കാലുവേദന പറയും. ഹോസ്പിറ്റലിൽ നിരന്തരം ഇരിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിരന്തരമായി ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കേണ്ടി വരുന്നൊരു വിഷയം, തല മുതൽ കാലിൻ്റെ പാദഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ എല്ലായിടത്തും വേദന. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യൻ പറയണ എവിടെയാണ് വേദന എന്ന് എനിക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും വേദനയാണ്, എല്ലാ സ്ഥലത്തും വേദനയാണ്. എങ്ങനെ ഇയാൾ കിടന്നുറങ്ങും? എങ്ങനെയാണ് ഇയാൾ കിടന്നുറങ്ങുക? മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് മജ്‌ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞു. മജ്‌ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണം മാരകമായ രോഗങ്ങൾ തന്നെയാണ്. നമ്മുടെ കൺവെട്ടത്തുള്ള സംവിധാനങ്ങൾക്ക് ഈ മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിഷ്ടം പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഹെൽത്ത് സെൻ്ററുകൾ ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും മാരകമായ രോഗങ്ങളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ, പിടിച്ചു നിർത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഇതൊരു നിസ്സാര കാര്യമായി നിങ്ങൾക്കാർക്കും തോന്നരുത്. ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാടിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അള്ളാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. അത്ര ഭയാനകമാണ് രോഗങ്ങൾ. വ്യാപകമായി ചെറിയ കുട്ടികളിൽ കിഡ്നി ഫെയിലിയേഴ്സ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ. ഈ അടുത്ത് 4 വയസ്സുള്ള ഒരു പൊന്നുമോൾ, 4 വയസ്സുള്ള ഒരു ചെറിയ മോളാണ്, ശരീരമാകെ ചീർത്ത്
ശരീരമാകെ വീർത്തിട്ടേ നീര് കയറിയിട്ട് ആ മാതാപിതാക്കൾക്ക് ഡയാലിസിസ് തുടങ്ങാൻ പേടി. തുടങ്ങിയാൽ പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ, നമ്മൾ മനസ്സിലാക്കണം. തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ എന്നതാ പേടി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ, വളരെ ചെറുപ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല ചെറിയ കുഞ്ഞുമക്കൾക്ക് കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെ വലുപ്പം എന്താണെന്ന് കുഞ്ഞുനാളിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിനു വേണ്ടി ഇരുത്തി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല. മതിയായ അളവിൽ വെള്ളം കൊടുക്കാതെ, ഭക്ഷണത്തിൻ്റെ മെനുവിൽ മതിയായ അളവിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താതെ, പച്ചക്കറികൾ ഉൾപ്പെടുത്താതെ, എപ്പോഴും മാംസഭക്ഷണം, മത്സ്യഭക്ഷണം, ജങ്ക് ഫുഡുകൾ, ടിൻ ഫുഡുകൾ മാത്രം കഴിച്ചു ശീലിക്കുന്ന കുഞ്ഞുമക്കളിൽ വ്യാപകമായി വരുന്ന കിഡ്നി രോഗവും ക്യാൻസറും അതില്ലാത്ത മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എന്നേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ പോലും കിടക്കുന്ന രോഗികൾ ഉള്ളിൽ കിടക്കാൻ ബെഡില്ലാത്തതിൻ്റെ പേരിലാണ് എന്നും അത്രമേൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നും നാം പഠിച്ചെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ മാരകമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ മാത്രം പ്രാപ്തിയില്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ വിദ്യാസമ്പന്നരായ ആളുകളെങ്കിലും ദയവ് ചെയ്ത് തയ്യാറാവണം. വിദ്യാഭ്യാസപരമായ പുരോഗതി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണമാവണ്ടേ? ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വളർച്ച എന്ന് പറയുന്നത് ആരോഗ്യകരമായ വളർച്ചയാണ്. അപ്പം നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ, രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നാം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ഒന്ന്, വിദ്യാഭ്യാസ പുരോഗതി ഒന്ന്, ജീവിത നിലവാരത്തിലെ പുരോഗതി രണ്ട്. എന്ന് വെച്ചാൽ നല്ല വീട് നോക്കൂ നിങ്ങൾ, എന്ത് രസമാണ് നമ്മുടെയൊക്കെ വീടുകൾ. പഴയകാലത്തെ മണ്ണ് തേച്ച നിലമാണോ, ടൈല് ഇല്ലെങ്കിൽ അല്ലേ മാർബിൾ? എന്ത് രസമാണ് നമ്മുടെ വീടുകൾ. എത്ര കളർഫുള്ളാണ്, എത്ര വില കൂടിയ കളറുകളാണ് നമ്മൾ വീടിൻ്റെ ചുമരിൽ പൂശണത്. എന്നിട്ടും എൻ്റെ ചോദ്യം ഇതാണ്, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജലീൽ ദാരിമി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റും? പ്രതിവർഷം 3 കോടിയിലധികം ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നു. പ്രതിവർഷമാണിത്. 3 കോടിയിൽ പരം ആളുകൾക്ക് ശ്വാസകോശ രോഗം. ഇത് ചെറിയ കണക്കല്ലല്ലോ. 2 കോടിയിലധികം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ രോഗത്തിനടിമകളാകുന്നത്. 2 കോടിയിൽ പരം ആളുകൾ. എത്ര ഭീകരമായ അവസ്ഥയാണ് ക്യാൻസർ. ജീവിതത്തിൻ്റെ സർവ്വരസങ്ങളെയും മുറിച്ചു കളയുന്ന മാരകമായ രോഗം, മരണം രോഗി കൊതിക്കുന്ന രോഗം. മോർഫിൻ പോലത്തെ മാരകമായ ഗുളികകൾ കഴിച്ച് വേദനകൾ അറിയാതിരിക്കാൻ, ശരീരത്തിന് പിടികൂടിയ ഭയാനകമായ വേദന അറിയാതിരിക്കാൻ മോർഫിൻ പോലത്തെ അതിമാരക സ്വഭാവമുള്ള മരുന്ന് കഴിച്ച് വയറും നാവും പൊള്ളിപ്പോവുന്ന, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
പക്ഷെ നൂഡിൽസ് വേവിച്ചു കൊടുക്കുമ്പോൾ ഈ ഉമ്മമാർക്ക് അറിയില്ല മക്കളെ മാരകമായ ക്യാൻസറിലേക്കാണ് ഇല്ലേ. നൂഡിൽസ് ആഴ്ചയിൽ 2, 3, 4 തവണയ്ക്ക് രുചികരമായ നൂഡിൽസ്, മാഗി, ഈ ഉമ്മമാർക്കറിയില്ല കുഞ്ഞുങ്ങളെ ഉദര സംബന്ധമായ മാരകമായ ക്യാൻസറിലേക്കാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എന്ന് ഉമ്മമാർക്കറിയില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയൊരു ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക, എല്ലാവരും നന്നായി സഹായിക്കുക നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ. പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമെങ്കിൽ പലപ്പോഴും കാലങ്ങളായി ചികിത്സിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയും. ഏറ്റവും അവസാനം അത് പറയും. നിങ്ങളെ പിടികൂടിയ രോഗം എത്ര മാരകമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആൻ മുന്നോട്ട് വെക്കുന്നൊരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയും. അപ്പം അത്രയും വിശേഷപ്പെട്ട ഇൽമ കിട്ടുന്നൊരു സദസ്സാണ് നമ്മുടെ സംഘടന വെച്ചൊരു പരിപാടി എന്ന നിലക്ക് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കാം. അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ വിജയിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ, ചെറിയ കുഞ്ഞുമക്കൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർ മാരകമായ രോഗത്തിലേക്ക് പോവാണ്. അപ്പോൾ മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത്, ചികിത്സയോ അതിനേക്കാൾ രസകരം, ഭീകരം എന്നൊക്കെ പറയേണ്ടി വരും. ചികിത്സിക്കാന്നല്ലാതെ സൂക്കേട് മാറിയ അനുഭവമുള്ള ആരെങ്കിലും ശ്വാസത്തിലിരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും. ചികിത്സിക്കുക, അതിങ്ങനെ തുടരുക എന്നല്ലാതെ രോഗം മാറിയ ഒരാളുണ്ടോ കൂട്ടത്തിൽ? എൻ്റെ പനി മാറിയും, പനി രോഗമാണോ? നിങ്ങൾ പറയും. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ സദസ്സിൻ്റെ പ്രസക്തി എന്താണ് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. 10 കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ? ഡോക്ടറുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നല്ലാതെ ഈ രോഗം പിടിച്ച മനുഷ്യന്റെ ശാരീരിക പ്രശ്നം പരിഹരിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? 20 കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുണ്ടാവൂലേ കൂട്ടത്തിൽ? ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. കുടിക്കാൻ തുടങ്ങുമ്പോൾ 1 ഗുളികയോ 2 ഗുളികയോ അല്ല, ഇപ്പം എത്രയായി? 4, 5? പുരോഗതി ഉണ്ടല്ലേ, മാറ്റമുണ്ട്. നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നായിരുന്നില്ലേ രോഗം മിക്ക ആളുകൾക്കും? പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റേ സൂക്കേടും കൂടിയുണ്ട്, അതും കൂടി കഴിച്ചോളിയെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കൊളസ്ട്രോളിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, അതും കൂടി ഒരു മരുന്ന് കുടിച്ചോ. പിന്നെ ഇടയ്ക്കൊരു വർത്താനം, ഷുഗർ വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവുകൊണ്ട് ഇപ്പോഴേ മരുന്ന് കുടിച്ചോന്ന്. രസകരമായ സംഭവം. അത് കേട്ട് നിങ്ങൾ എന്നിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറയുകയും ചെയ്യും, നിങ്ങളിതൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്യും. വളരെ രസകരമായ ഈ രോഗികൾ വരുമ്പോൾ കുറേ പേപ്പേഴ്സുമായിട്ടാണ് വരിക. അപ്പോൾ എനിക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരും വന്നിട്ട്, ഇതിൻ്റെ മരുന്നാണ്, ഇതിൻ്റെ മരുന്നാണ്. അപ്പോൾ ഇത് ഷുഗറിൻ്റെതാണ്. ഷുഗറുണ്ടോ? ഇല്ല, അത് വരാൻ ചാൻസ് ഉണ്ട്. മുമ്പൊക്കെ ഇന്ത്യയിൽ മന്ത്രിമാർ മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്, എന്തായാലും പിടിക്കുന്ന ഉറപ്പാണ്. മുൻകൂർ ജാമ്യം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളൊന്നും കേൾക്കാത്തവർ എന്നെ ഇങ്ങനെ നോക്കാനുള്ള കുറച്ചോനെ. എൻ്റെ വർത്താനം തിരിയായിട്ടാ? മുൻകൂർ ജാമ്യം എന്നൊന്നും കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇന്ന സൂക്കേട് വരാൻ പോവാണ്, അതുകൊണ്ട് ഇപ്പോഴേ കഴിച്ചോളി മരുന്ന്. അത് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏത്? നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രോഗം വരും എന്ന് പറഞ്ഞു കണ്ട് മരുന്ന് കഴിപ്പിക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് തന്നത്?
ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇസ്ലാം ശരിയായ വായനയ്ക്ക് വിധേയമാക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഈ ഒരു അബദ്ധം പറ്റിയത്? പ്രതിരോധം ആവശ്യമാണ്, പ്രതിരോധം ആവശ്യമാണ്. പ്രതിരോധത്തിന് മരുന്നിൻ്റെ ആവശ്യമില്ല, പ്രതിരോധം ആവശ്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. പ്രതിരോധം വആഫിനാ ഫീമൻ ആഫൈത്, അതാണ് പ്രതിരോധം. ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ, പ്രതിരോധമാണ്. ഇസ്ലാം മനുഷ്യ ജീവിതത്തിനുമേൽ വ്യതിരിക്തമായ, വളരെ വ്യതിരിക്തമായ, മനോഹരമായ രാജപാത വെട്ടിത്തെളിച്ച മതമാണ്. അപ്പൊ രോഗം വരാൻ സാധ്യതയുണ്ട്, ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട്, ആഫിയത്ത് കുറയാൻ സാധ്യതയുണ്ട്. അത് കുറയാതിരിക്കാൻ പ്രാർത്ഥന വേണം. ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. പക്ഷേ പഠിച്ച് വിവരമില്ല ചില ആളുകൾ പറഞ്ഞു സൂക്കേട് വരാതിരിക്കാനും മരുന്ന്, വന്നാലും മരുന്ന്, വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന്. എന്നിട്ടോ മരുന്ന് കുടിച്ചതിൻ്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന്.